ഹലോ എവ്രിവൺ, ഇന്നത്തെ വീഡിയോയിൽ അപ്പർ സർക്യൂട്ട് അടിക്കാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോക്കാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എങ്ങനെയാണ് അപ്പർ സർക്യൂട്ട് അടിക്കാൻ ചാൻസ് ഉള്ള സ്റ്റോക്കുകൾ കണ്ടെത്തുന്നത് എന്നുള്ളത്. അത്ര സിമ്പിൾ അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്തതെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ അതിൽ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ടെക്നിക്ക് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വഴി ഞാൻ എടുത്തിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അല്ലെങ്കിൽ ഞാൻ കുറേ കാലമായിട്ട് അപ്പർ സർക്യൂട്ട് അടിക്കുന്ന സ്റ്റോക്കുകളിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ വെച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഇതിൽ രണ്ട് മെത്തേഡ് വഴിയാണ്, അല്ലെങ്കിൽ രണ്ട് ഫിൽട്രേഷൻ വഴിയാണ് ഞാൻ ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ IPO കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് കാലം ആവരുത്, അതായത് കുറച്ച് കാലം ആവാൻ പാടുള്ളൂ. ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മൂവ്മെന്റ് നടക്കരുത്. അതിന് മുൻപായിരിക്കണം നമ്മൾ ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഈ സ്റ്റോക്കിന് ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഫോം ആയിരിക്കണം. ഈ പാറ്റേൺ ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്, സാധാരണ ഇത്തരത്തിലുള്ള പാറ്റേൺസ് ഫോം ആവും. ഞാനിപ്പം ഈ സ്റ്റോക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന സ്റ്റോക്കിൽ നടന്നിട്ടുള്ള ഒരു പാറ്റേൺ കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സ്റ്റോക്കുകളിലൊക്കെ ഒരു ബ്രേക്ക് ഔട്ട് മൂവ്മെന്റ് നടക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റോക്കാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ മുൻപൊക്കെ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ഷെയർ ചെയ്യാമായിരുന്നു. അതായത് അപ്പർ സർക്യൂട്ട് അടിക്കാൻ ചാൻസ് ഉള്ള സ്റ്റോക്കുകളൊക്കെ. അപ്പോൾ പലതും നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഈവൻ 100% ഒക്കെ റിട്ടേൺസ് ഒക്കെ തന്ന സ്റ്റോക്കുകളൊക്കെ നമുക്ക് കുറച്ച് മുൻപൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റോക്കാണിത്. നിങ്ങൾ എന്താണെങ്കിലും ഈ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ്, ഞാൻ എന്താണെങ്കിലും സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അതിൻ്റെ അനാലിസും കാര്യങ്ങളൊക്കെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്തിട്ട് അറിയുക. നമുക്ക് എന്താണെങ്കിൽ സ്റ്റോക്കിന്റെ കൂടുതൽ അനാലിസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അപ്പർ സർക്യൂട്ട് അടിക്കാൻ ചാൻസ് ഉള്ള സ്റ്റോക്കിന്റെ പേര് ധർമ്മജ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിന്റെ അനാലിസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പിന്നെ കൂടുതൽ ഞാൻ എന്നും വീഡിയോസ് ചെയ്യാറുണ്ട്, ഇപ്പോൾ എഡ്യൂക്കേഷണൽ ടൈപ്പ് വീഡിയോസ് ചെയ്യാറുണ്ട് യൂട്യൂബിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും എനേബിൾ ചെയ്തിട്ട് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് അനാലിസിലേക്ക് പോവാം. സ്റ്റോക്ക് ധർമ്മജ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഞാൻ അപ്പർ സർക്യൂട്ട് അടിക്കുന്ന അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മൂവ്മെന്റ്സ് തരുന്ന സ്റ്റോക്കുകൾ ഞാൻ ഫിൽറ്റർ ചെയ്യാറുള്ള ഒരു മെത്തേഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IPO ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് കാലം ആവരുത്. ഇപ്പോൾ ഇത് നോക്കുന്നുണ്ടെങ്കിൽ, ഈ സ്റ്റോക്ക് നോക്കുന്നുണ്ടെങ്കിൽ IPO ലിസ്റ്റ് ചെയ്ത് ഏകദേശം 2022 ഡിസംബറിനാണ്. ഏകദേശം 2023 മുതലാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് ട്രേഡഡ് ആയി തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതിനുശേഷം നല്ല ഫോൾ, അതായത് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് നല്ല രീതിയിലുള്ള ഫോളാണ് വന്നത്. പിന്നീട് ഒരുപാട് കാലം ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു. അതായത് 2023 ഫെബ്രുവരി മുതൽ 2023 ഓഗസ്റ്റ് വരെ കുറച്ച് കാലം ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു. 1-2 ക്വാർട്ടർ അവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു. അതിനുശേഷം അപ് ട്രെൻഡിലേക്ക് വന്നു. നമ്മുടെ IPO ലിസ്റ്റ് ചെയ്ത ആ ഒരു ഹൈയിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ട് വീണ്ടും താഴോട്ട് വന്നു. എന്നിട്ട് ഇവിടെ നമുക്കൊരു എന്താ പറയുക, വിത്ത് വോളിയം ഒരു റിജക്ഷൻ നമുക്ക് കിട്ടി. കുറച്ച് കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും റിജക്ഷൻ കിട്ടി. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് റിജക്ഷൻ കിട്ടിയത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ രണ്ട് സ്റ്റോക്ക് നമുക്ക് ആദ്യം ഇതിലേക്ക് വോളിയം ആഡ് ചെയ്യാം. വോളിയം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഏറ്റവും അവസാനം ഈ ഒരു പോയിന്റിൽ എത്തിയതിന് ശേഷമാണ്, ഏകദേശം ഈ ഒരു സപ്പോർട്ടിൽ എത്തിയതിനു ശേഷമാണ് ഇവിടെ നമുക്ക് വോളിയം ബിൽഡപ്പ് വന്നത്. ആ വോളിയം ബിൽഡപ്പ് വന്ന് മൊത്തത്തിൽ വോളിയം അങ്ങോട്ട് കൂടിയിട്ടുണ്ട്. ഈ ഒരു വോളിയം കമ്പാരിസൺ നോക്കുന്ന സമയത്ത് ഇവിടെ വോളിയം കൂടി. ആ സമയത്താണ് ഇതിന് നല്ലൊരു അപ് ട്രെൻഡ്, നല്ല രീതിയിലൊരു അപ് ട്രെൻഡ് തന്ന് റീട്രേസ്മെന്റ് തന്ന് വലിയൊരു ബിഗ് ക്യാൻഡിൽ വെച്ചിട്ട് ബിഗ്ഗർ മൂവ്മെന്റ്. ആ ബിഗ്ഗർ മൂവ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബിഗ്ഗർ മൂവ്മെന്റ് ഏകദേശം എന്താ പറയുക, ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുള്ള ബിഗ്ഗർ മൂവ്മെൻ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. ഞാനൊന്നത് ക്ലിയർ ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, അപ്പം ഇവിടെയാണ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് വരുന്നത്. ഏകദേശം ഈ ഒരു പോയിന്റിലാണ് മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് വരുന്നത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ക്യാൻഡിൽ വെച്ചിട്ട്, ഇവിടെ ഹ്യൂജ് ആയിട്ടുള്ള ക്യാൻഡിൽ വെച്ചിട്ട് ആണ് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് വിത്ത് വോളിയാണ്. അതായത് ഏറ്റവും എൻഡിൽ ഇപ്പം ഈ ഒരു സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ, ഇപ്പോൾ ഏറ്റവും റീസെന്റ് നടന്ന ഈ ഒരു അപ്പ് മൂവ്മെന്റ്, അല്ലെങ്കിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് ഇപ്പോൾ 2024 ശേഷം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. 2024 ശേഷം നല്ല രീതിയിലുള്ള ബൈയിങ് ക്യാൻഡിൽസ് അല്ലെങ്കിൽ ബൈയിങ് മൊമെന്റം ഈ സ്റ്റോക്കിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വോളിയം മാത്രമല്ല, ഇതിന്റെ ക്യാൻഡിലിന്റെ
ഒരു സൈസും അതുപോലെ തന്നെ ഫ്രീക്വൻസി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഓരോ ഡേയിൽ വന്നിട്ടുള്ള ബൈയിങ് നമുക്ക് വളരെ കൃത്യമായിട്ട് ഇതിന്റെ ക്യാൻഡിൽസിന്റെ ഫ്രീക്വൻസി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. നല്ല രീതിയിലുള്ള ബൈയിങ് അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് നടന്ന് ഏകദേശം ഇന്നലെ ഈ സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഇന്ന് ഈ സ്റ്റോക്കിൽ വളരെ വലിയൊരു മൂവ്മെന്റ് നമുക്ക് കണ്ടിട്ടാണ് ഈ സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൽ ക്ലോസ് നടന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ മുതൽ തന്നെ അപ്പർ സർക്യൂട്ട് അടിക്കും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൺസോൾട്ടേഷൻ ചിലപ്പോൾ വരുമായിരിക്കും. മാക്സിമം ഒരു ചെറിയ കൺസോൾട്ടേഷൻ ചിലപ്പോൾ വരുമായിരിക്കും ഈ ഒരു ഹൈയിലേക്ക്. നമ്മുടെ മെയിൻ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ഏകദേശം ഇവിടെയാണ് നമ്മുടെ മെയിൻ റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ അതിലേക്ക് ചിലപ്പോൾ ഒരു റീട്രേസ്മെന്റ് വന്നേക്കാം. ചിലപ്പോൾ ഡൗൺ സൈഡ് വന്ന് ഈ ഒരു റീട്രേസ്മെന്റ് ഈ ഒരു ലെവലിലേക്ക് വന്നേക്കാം. ഏകദേശം പ്രൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 270 ലെവലിലേക്ക് വന്നിട്ട് അവിടുന്ന് വീണ്ടും നല്ല മൂവ്മെന്റ് വന്നേക്കാം. ഒന്നുകിൽ അങ്ങനെ വരും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്പർ സർക്യൂട്ടിനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു ഇൻ കേസ് ഇനി അപ്പർ സർക്യൂട്ട് അടിച്ചില്ലെങ്കിൽ പോലും ബിഗർ ക്യാൻഡിലായിട്ടായിരിക്കും ഈ സ്റ്റോക്കിന്റെ അപ്പ് മൂവ്മെന്റ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതാണ് എൻ്റെ എക്സ്പെക്ടേഷൻ ആയിട്ട് വരുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് അങ്ങനത്തെ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ഇത്തരത്തിലുള്ള മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് അത്രയും വലിയ മൂവ്മെന്റ്സ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് അറിയുക. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഫണ്ടമെന്റൽ അനാലിസും കൂടെ, അതായത് നിങ്ങൾ കുറച്ച് കൂടുതൽ സമയത്തേക്ക് ഹോൾഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫണ്ടമെന്റൽ അനാലിസിസ് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഇതിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഹോൾഡ് ചെയ്യാണ് വേണ്ടത്. സ്റ്റോപ്പ് ലോസ് എവിടെ വരണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. സ്റ്റോപ്പ് ലോസ് വരേണ്ടത് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് മിനിമം നമ്മുടെ ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ക്യാൻഡിലെ താഴെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 16% ഈ സ്റ്റോക്ക് ഇന്ന് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചേ മതിയാവും. അല്ലെങ്കിൽ ആ ഒരു സിങ്ങിന്റെ താഴെ ഏകദേശം ഒരു 18% നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് പക്ഷേ പ്രശ്നമില്ല. നമ്മൾ ഉദ്ദേശിച്ച ഈ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വലിയ മൂവ്മെന്റ് ആണ്. 50%, 40%, 50% നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു 18%, 19% ഒക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്റ്റോപ്പ് ലോസ് അപ്പോൾ ഒരു 18% to 90% ഒക്കെ വെക്കാം. ടാർഗറ്റ് നിങ്ങൾ 40, മിനിമം 40 നിങ്ങൾക്ക് ടാർഗറ്റ് ഇടാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ വരുന്നത്. നമുക്ക് എന്താണെങ്കിലും നോക്കാം. ബാക്കി ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ള ആളുകൾക്ക് അവിടെ പോയിട്ട് നോക്കാവുന്നതാണ്. ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാവുന്നതാണ്.